ഏറെ ബഹുമാന്യനായ UDF-ന്റെ കൺവീനർ പ്രിയപ്പെട്ട MM ഹസൻ സാഹിബാണ് നമ്മളോടൊപ്പം ഉള്ളത്. ന്യൂനപക്ഷ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായ അദ്ദേഹത്തെ നമ്മൾ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ, ഒരുപാട് മുജാഹിദ് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഈ വെളിച്ചനഗരിൽ 10ാം സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? ശരിക്കും ഇത് വെളിച്ച നഗരി തന്നെയാണ്. അതിൻ്റെ ആ സന്ദേശം തന്നെ ഈ വിശ്വമാനവികതയ്ക്ക് വെളിച്ചം. തീർച്ചയായിട്ടും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രകാശം വരുത്തിയ, നവോത്ഥാനത്തിന്റെ പ്രകാശം വരുത്തിയ ഒരു പ്രസ്ഥാനം എന്നുള്ളത് ഈ സന്ദേശം അർത്ഥവത്താണ്. മുജാഹിദ് സമ്മേളനം ഓരോ സമ്മേളനത്തിലും ഉയർത്തുന്ന സന്ദേശം കാലിക പ്രസക്തിയുള്ളതും ഭാവിയിലേക്ക് വിശ്വാസികളെയും നമ്മുടെ സമൂഹത്തെയും നയിക്കാൻ പര്യാപ്തവുമാണ്. അതുകൊണ്ട് ഈ സന്ദേശം എനിക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നു. ഇപ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പം ഭരണഘടനയിൽ വരെ ന്യൂനപക്ഷം എന്ന വാക്കുകളെ അല്ലെങ്കിൽ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലുകളിലൊന്നും ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊന്നുമില്ല, ഫണ്ടുകളൊന്നും മാറ്റി വെച്ചിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ന്യൂനപക്ഷങ്ങളെയൊക്കെ പരിപൂർണമായി തകർത്ത് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള അടിയറ നീക്കങ്ങളാണ് ഇപ്പോൾ അരങ്ങത്ത് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടനയെ ഭേദഗതി ചെയ്യുമെന്ന് പറയാൻ ഒരു മടിയും സങ്കോചവുമില്ലാത്ത ഭരണകക്ഷിക്കാരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയല്ല, അതിനേക്കാൾ വലിയ മോഡിമാർ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനും ഇന്ത്യൻ ഭരണഘടനയെ ആത്മാവ് എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്, അതിനെ തകർക്കാനും ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് പറയുകയല്ല, ഇന്ത്യയുടെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ജനന, അതിന് DNA എന്നൊക്കെ പറയില്ലേ, ആ ജന്മത്തിൽ തന്നെ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ജനാധിപത്യം എന്നുള്ളത്. അതൊരു മോഡിക്കോ BJPക്കോ ഭൂരിപക്ഷത്തിന്റെ മൃഗീയമായ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് തകർക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. 2024 ഇനിയിപ്പോ വരാനിരിക്കുന്ന ലോക്സഭ 2024 തെരഞ്ഞെടുപ്പിലുള്ള ഒരു വലിയ പ്രശ്നം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അറിയാം 37% വോട്ടാണ് BJPക്ക് സഖ്യകക്ഷികൾ. അപ്പോ 63% വോട്ട് BJP ഇതരരായ മതേതര ജനാധിപത്യ പാർട്ടികൾ. നിർഭാഗ്യം എന്നേ പറയുള്ളൂ, അവരെല്ലാം ഒരുമിച്ച് നിന്ന് BJP എതിർക്കുന്നതിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അനൈക്യം, അതിന്റെ അപശബ്ദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ സഖ്യത്തെ കണ്ടത്. ഓരോ തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ്, ചില വരട്ട് തത്വവാദങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൽ നിന്ന് വ്യത്യസ്തമായി. ഞങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്ത് ഇവിടെ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് CPM. അവരോട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കാൻ കഴിയില്ല. അവര് ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ അഴിമതിയും അക്രമവും എല്ലാം കൊണ്ട് കേരളത്തെ തന്നെ തകർത്തിരിക്കുന്നു. അതൊഴിച്ചാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായ പിന്തുണയുള്ള തൃണമൂൽ കോൺഗ്രസോ, അതുപോലെ ബീഹാറിൽ അവർ പോയല്ലോ, ഇങ്ങനെയുള്ള പാർട്ടികൾ സത്യത്തിൽ ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മതേതര ജനാധിപത്യ ശക്തികളുടെ മുമ്പിലുള്ള പ്രധാനമായ ദൗത്യം, ഉത്തരവാദിത്വം BJPയെ തോൽപ്പിക്കുക. BJPയെ തോൽപ്പിക്കാൻ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ എല്ലാവരും ചെയ്യണം. കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. കാരണം കുറെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടായാലും ഇന്ത്യ സഖ്യം അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന ഗവൺമെന്റുകളെ, പാർട്ടികളെ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതികാരം തീർത്തു EDയും അതുപോലെ തന്നെ CBIയും ഇവരെല്ലാം ഉപയോഗിച്ച് അവരെല്ലാം രാഷ്ട്രീയ പ്രതികാരം വീട്ടാൻ ജയിലിലടയ്ക്കാൻ, അത് ഈ ഇന്ത്യ സഖ്യം തകർക്കാനാണ്. എന്തെല്ലാം പ്രലോഭനങ്ങൾ നൽകി ഇന്ത്യ സഖ്യത്തിലേക്ക് വരാൻ നിൽക്കുന്ന കോൺഗ്രസ് ഇതര മതേതര ജനാധിപത്യ പാർട്ടികളെ അവരെ ഭീഷണി ചെലുത്തി മാറ്റുക, അവരെ പ്രലോഭിച്ച് തമശത്താക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. താങ്ക് യു സാർ. നമ്മളെ ഈ ഒരു ചെറിയ സമയം നമുക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചതിൽ താങ്ക് യു.